നാസറസ്കാരൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇറങ്ങും ഞാൻ കേട്ടോ. ഇതെന്നറിയാം, മാങ്ങ പൊട്ടിക്കാൻ കുറേ മാങ്ങ ഉണ്ട് പൊട്ടിക്കാൻ. അപ്പം ഇനി പൊട്ടിച്ചിട്ട് വെക്കണം. താക്കോട്ടിട്ട് പോകട്ടെ. പൂയിൽ ഇങ്ങനെ കാട്ടി നോക്കിയേക്ക് ഇടാൻ വേണ്ടിയിട്ട് എല്ലാവരും കാത്തിക്കന്നെ. ഇപ്പോൾ വരാട്ടോ, മാങ്ങ പൊടിച്ചിട്ട് വരട്ടെ കേട്ടോ. ഞാൻ അവരിന്നെ കാത്തിരിക്കുക വിടാൻ വേണ്ടിയിട്ട്. ഇവിടെ ഉണ്ടല്ലോ വെള്ളം കിട്ടി നിൽക്കുന്ന സ്ഥലമാണ്. ഈ നോക്കുമ്പോൾ ഞാനൊറ്റ ഒഴുക്കൽ. എന്തോ ഭാഗ്യം വീണില്ല കേട്ടോ. കാലം അങ്ങനെ പോയി കണ്ട അടയാളം. പഴുത്ത ചക്ക വീണ് കിടക്കുന്നുണ്ട്. പഴുത്ത ചക്ക വീണ് കിടക്കണ നോക്കിയൊക്കെ നോക്കിയൊക്കെ ഇത് ബോംബെ മാലത്തല്ല കേട്ടോ. ഇത് ഒട്ടുമുച്ചിലത്തെ മാങ്ങയാണ്. ഞാനന്ന് പൊട്ടിച്ച് പോകുമ്പോഴേ നിറയെ മാങ്ങ ഉണ്ടായിരുന്നു കേട്ടോ. ഒക്കെ അണ്ണയും കുളിയും താഴത്തേക്കിട്ട് നോക്കിയൊക്കെ. അപ്പം ഞാനിന്ന് മൊത്തം പൊട്ടിക്കുക ബോംബെ മാങ്ങ. ഈ ചെറിയ മൂച്ചയാണ്, ഈ വണ്ണൊന്നുമില്ല. പക്ഷെ നല്ല ഉയരമില്ല കേട്ടോ. പാകത്തിന് ഉയരമുള്ളൂ കേട്ടോ. വൈകുന്നേരമായ കാരണേ ഭയങ്കര കൊതുകടി സഹിക്കാൻ വയ്യ കേട്ടോ. ഇത് കുഴിച്ചിട്ടാ മതിയേ. ഓ, ഇത് ഞാനന്ന് പൊട്ടിച്ചാടിയതാണ്. ഇത് വെട്ടിയിട്ടുണ്ട് വെച്ചാൽ മതി. ഇതിൻ്റെ ഇവിടെ അല്ലേ കമ്പ് നിർത്തിയിട്ടേ വടി ഞാൻ കൊത്തുക. വെള്ളം അവിടെ നിന്ന് കുളിമുരിയാക്കായ വേണം. ഇല വേണം. അതവിടെ ഉണ്ടേ, താഴത്തുണ്ട്. പണി പൊടിച്ചാൽ ഒരു കുടി മതിയില്ലേ. മാങ്ങ കാണില്ല, ഇലയാണ് അങ്ങനെ. കുറേ നേരം നോക്കണം, എന്നാലാണ് ഓരോരോ ഭാഗത്തു നിന്ന് എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. ചിലയിടത്ത് നല്ല ഉയരത്തിലാണ്. അപ്പോൾ ഞാൻ ലാഡർ എടുത്തിട്ട് വന്നതാണ് പൊട്ടിക്കാൻ വേണ്ടിയിട്ട്. താഴത്തെ മാങ്ങകളൊക്കെ ഏകദേശം ഇങ്ങനെ കഴിഞ്ഞു. പിന്നെ മുകളിലുള്ളത് വലിയ തോട്ടി ഉണ്ടായിരുന്നു, എൻ്റെ കൊക്കി പൊട്ടും ചെയ്തു. അത് പോകുന്നു. ഇപ്പോൾ അത് കാരണം ചെറിയ തോട്ടിയും കൊണ്ടാണ്. വലിയ തോട്ടിണ്ടെങ്കിൽ എത്തും, പക്ഷെ ചെറിയ തോട്ടില്ല. അപ്പോൾ ഞാൻ ലാഡറുമ്മ കയറിയിട്ടേ ഫുള്ളായിട്ട് പൊട്ടിക്കാമെന്ന് വിചാരിച്ച് കയറുക കേട്ടോ. ആരും കാണാനൊന്നുമില്ല, ഒറ്റക്കാണ് തൊടിയിൽ പണിയെടുക്കുന്നത് കേട്ടോ. അങ്ങനെ ഫുള്ള് മാങ്ങ പൊട്ടിച്ചു കിട്ടും. നല്ല മാങ്ങ, നല്ല ടേസ്റ്റായിട്ട് കഴിക്കും. നല്ല മധുരം ഉണ്ടാവും. കുഴിയാണിതിൽ. ചെറിയ കൊട്ട നിറഞ്ഞു. അപ്പം ഞാൻ ബക്കറ്റിൽ എടുക്കാച്ചിട്ട് ബക്കറ്റ് എടുത്തിട്ട് വന്നതാണ്. രാത്രി ആവാനായിക്കണേ. അതാണ് ചീവലുകൾ ഈ പറയണത്. കണ്ട സൗണ്ട്.
ഇതുണ്ടല്ലോ നാളേക്ക് നിർത്തിയ ഈ മാങ്ങയൊന്നും ഉണ്ടാവില്ല കേട്ടോ. പൊട്ടിച്ച കാരണം ഇപ്പം ഇത് കിട്ടി. എപ്പം തുടങ്ങി പണിയെടുക്കാനാ. അങ്ങനെ നല്ല പഴുത്ത ഒരു ചക്കയും കിട്ടി, മാങ്ങയും കിട്ടി. അങ്ങനെ മാങ്ങാക്കളി കഴിഞ്ഞു കേട്ടോ. ഇനി മാങ്ങ പെറുക്കാൻ വരണ്ട, എന്തായാലും മൊത്തം പൊട്ടിച്ച് ഞാൻ അടുത്ത കൊല്ലം വയസ്സുണ്ടെങ്കിൽ പൊട്ടിക്കാം. അപ്പം ഞാനും മാങ്ങയും കൊണ്ട് പോവുക കേട്ടോ. ആർക്കെങ്കിലും മാങ്ങയുടെ ഈ ബോംബെ മാങ്ങയുടെ വിത്ത് വേണമെങ്കിൽ തരാം കേട്ടോ. അവിടെ വീണ് കിടക്കുന്നുണ്ട്, ആവശ്യക്കാർ ചോദിച്ചോളി.